색별 ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്ത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റഡി വ്ലോഗാണ് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സ്കൂള് ട്യൂഷനും ഒന്നും ഇല്ലാതെ വീട്ടിൽ നിന്നൊരു ദിവസത്തെ സ്റ്റഡി വ്ലോഗാണ്. അതായത് സൺഡേ സാറ്റർഡേ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറയണത് സൺഡേ സാറ്റർഡേ ആണ്. ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാർ മരിച്ചതിൻ്റെ ഒരു ഓണറായിട്ട് അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുത്ത സ്റ്റഡി വ്ലോഗാണ്. അപ്പം ഞാൻ രാവിലെ പഠിക്കാനിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇച്ചിരി മറവിയുള്ള ആളായതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് കുറച്ചെങ്കിലും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. പ്രധാനമായിട്ടും പഠിക്കുക, പിന്നെ റൂം ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ബയോളജി നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും ഈ ബയോളജി തന്നെയാണോ പഠിക്കുന്നതെന്ന്. ആക്ച്വലി അതൊരു കോയിൻസിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ പഠിക്കാതിരുന്നാലും ഫസ്റ്റ് ബയോളജി ആയിരിക്കും എടുക്കുന്നത്. പിന്നെ എനിക്കൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് നമുക്കൊരു ചാപ്റ്റർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കി, പിന്നെ കുറച്ചും കൂടിയൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയത് വരെയൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ പടമൊക്കെ വരയ്ക്കണം. അപ്പോൾ എനിക്കിനി ശകലം കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ നോട്ട്സൊക്കെ, പിന്നെ കുറച്ച് പടമൊക്കെ വരയ്ക്കാനുണ്ട്. പിന്നെ അത് പഠിക്കണം. ഈ ചാപ്റ്റർ ഫുൾ ടെസ്റ്റ് പേപ്പർ ഇടുമെന്നാണ് പറഞ്ഞത് സാറ്. ബട്ട് അത് ടെസ്റ്റ് പേപ്പർ ഇട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ പഠിച്ചു, പക്ഷേ ഇട്ടില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറുള്ള കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ അതുപോലെയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വരച്ചെടുത്തു. അത് ഞാനും കരുതിയ സിമ്പിളെന്നാണ്, പക്ഷേ വിചാരിച്ചത്ര സിമ്പിളായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. ഇനിയിപ്പം ഒന്ന് ചിൽ ആവാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ഉച്ച സമയമൊക്കെ അല്ലേ. ആക്ച്വലി വീഡിയോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാറ് നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം അടുപ്പിച്ചുള്ള 2-3 ദിവസം നല്ല മഴയാണ്. പക്ഷേ ഈ വീഡിയോ എടുത്ത ദിവസം മഴയൊന്നും അധികം ഉണ്ടാവില്ല. അതായത് വെതറൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഡ്രിങ്കൊക്കെ ആയതിന് ശേഷം നമ്മൾ പിന്നെ ഷോപ്പ് വരെ പോയിട്ട് വരാമെന്ന് കരുതി. നമ്മുടെ വീടിന് താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വേണോ മാഗി വേണോ എന്നുള്ള ഒടുവിലത്തെ കൺഫ്യൂഷനൊടുവിൽ ഞാനും അനിയത്തിയും കൂടെ ഒരു തീരുമാനത്തിലെത്തി ഇപ്പി വാങ്ങാമെന്ന്. ബിക്കോസ് പുതിയൊരു മാഗി ഇറങ്ങിയ ഒരു സ്പെഷ്യൽ ടോപ്പിംഗ് മസാല വരുന്നത്, എല്ലാതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ കരുതി വേറെ എന്തോ വലിയ മസാലയാണ്. ബട്ട് നമ്മുടെ നോർമൽ ചില്ലി ഫ്ലേക്സ് തന്നെയായിരുന്നു അത്. അങ്ങനെ ഇപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് ഒന്ന് ചായയൊക്കെ കുടിക്കാം. ഒരു ബ്ലാക്ക് ടീ ആയതിനു ശേഷം പിന്നെയും ബാക്ക് ടു സ്റ്റഡീസ് തന്നെ. ബയോളജി മാത്രമല്ല, ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിക്കാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ബയോളജിയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജിയാണ്. ബയോളജി കൈൻഡ് ഓഫ് ഫേവറേറ്റ് ആണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം എന്നും കൂടി പറയാം. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സോ ബൈ.